ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വുമൺ റിലേറ്റഡ് അല്ലെങ്കിൽ ഗേൾ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആണ്. അതായത് എനിക്ക് ഈയിടെ പറ്റിയൊരു അബദ്ധം, അത് നിങ്ങൾക്ക് പറ്റരുതല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഒരെണ്ണം കൂടി എൻ്റെ കയ്യിലുണ്ട്. 2 മെൻസ്ട്രൽ കപ്പ്. അതായത് ഇപ്പോൾ 2 ഇയേഴ്സ് ആയിട്ട്, ഏകദേശം 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് പാഡായിരുന്നു. പിന്നെ പാഡ് കൊണ്ട് എനിക്ക് റാഷസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതൽ കപ്പിനെ കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ കപ്പിലേക്ക് മാറി. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ കപ്പിൽ. അപ്പോൾ ഇപ്പോൾ കപ്പ് ഉപയോഗിക്കാത്ത ഒത്തിരി പേരുണ്ടാവും. ഞാൻ എന്നാലും കപ്പ് മാക്സിമം നിങ്ങൾ കപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു പേടി ഉണ്ടാവുള്ളൂ, അതെനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പേടി മാറി. ഞാനിപ്പോൾ പാടി ഉപയോഗിച്ചതിനേക്കാൾ ഭയങ്കര ഒരു 10 ടൈംസ് കംഫർട്ടബിൾ ആണ് കപ്പിൽ. നമുക്ക് പീരിയഡ്സ് ഉണ്ടെന്ന് പോലും വേദന ഒഴിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സ് ഉണ്ടെന്നുള്ളൊരു ഇഷ്യൂ നമ്മൾ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയ കപ്പെന്ന് പറയുന്നത് ഈ കാണുന്ന ബ്രാൻഡിൻ്റെ സെൻസി കെയർ ട്രൂ കപ്പ് എന്ന് പറയുന്ന ഈ കപ്പായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് തുടങ്ങിയ കപ്പ്. അപ്പോൾ ഈ കപ്പ് എൻ്റെ കയ്യിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത്, അതായത് എനിക്ക് പെട്ടെന്ന് വേണമായിരുന്നു. ഒരു 2 ഡേ ഡെലിവറി നോക്കിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ച ഒരു കപ്പായിരുന്നു. ബ്രാൻഡ് ഒന്നും നോക്കാതെ തന്നെ ഞാൻ വാങ്ങിച്ച ഒരു എന്തോ സാഫീന്നോ അങ്ങനെ മറ്റോ ആണ് ഇതിൻ്റെ പേര്. ഞാൻ വാങ്ങിച്ച ഒരു കപ്പായിരുന്നു ഇത്. ഏകദേശം എന്ന് പറയാനൊന്നുമില്ല, 1 മാസം പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഈ നമ്മുടെ സെൻസി കെയർ ട്രൂ കപ്പ് എന്ന് പറയുന്ന ഈ കപ്പ് ഞാൻ 6 മാസത്തോളം യൂസ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കപ്പിലോട്ട് ഞാൻ പെട്ടെന്ന് പാഡിൽ നിന്ന് കപ്പിലോട്ട് മാറിയ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഈ കപ്പോട്ട് ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ കപ്പോയിട്ട് അഡ്ജസ്റ്റബിൾ ആയി, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം വന്ന് ഞാൻ വാങ്ങിച്ച ഈ ഒരു കപ്പ് എനിക്ക് മുട്ടൻ പണിയാണ് തന്നത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ കപ്പ് എടുത്തിട്ട് ഞാൻ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കാഴ്ചയിൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം തോന്നില്ല, രണ്ടും സെയിം ലുക്കൊക്കെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നമ്മുടെ അറ്റത്തുള്ള ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം കണ്ടോ, ഇത് നമ്മുടെ ഞാൻ 2ാമത് വാങ്ങിച്ച എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞ കപ്പാണിത്. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇത് ഭയങ്കര ഈ ഒരു റിങ് പോലെ വന്നിട്ട് ഇതിൻ്റെ അറ്റമാണെങ്കിലും ഭയങ്കര എന്താ പറയുക മുള്ളു പോലെ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്കിത് ഭയങ്കര അൺകംഫർട്ടബിലിറ്റി ഉണ്ടാക്കും. അതായത് നമ്മുടെ ആ ഭാഗത്ത് ഇങ്ങനെ കൊള്ളുന്നതായിട്ട് തോന്നുന്നതല്ല, നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ ഇത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് നടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു സ്റ്റെം കൊണ്ടും ഉണ്ടാവും. പക്ഷെ നമ്മുടെ സെൻസി കെയറിൻ്റെ ഈ ഒരു കപ്പിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് രീതിയിലാണ് ഇത് വരുന്നത്. മാത്രമല്ല ഇത് കൊള്ളുന്ന രീതിയിൽ വേറെ ഒരു കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെം അവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. ആ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇത് പക്ഷേ നല്ല രീതിയിൽ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. രണ്ടും സിലിക്കൺ മെറ്റീരിയൽ ആണെന്നാണ് അവർ പറയുന്നതെങ്കിലും ഈ മെറ്റീരിയലും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല, കൈ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹാർഡായിട്ടുള്ള ഭയങ്കര അൺകംഫർട്ടബിലിറ്റി തോന്നുന്ന ഒരു സൈസ് ഒരു ചവറ് മെറ്റീരിയലാണിത്. എനിക്ക് ഇഷ്ടമല്ല, ഇത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ, കാരണം അത്രയും എന്നെ ബുദ്ധിമുട്ട് ചെയ്തൊരു സാധനം. അപ്പോൾ നിങ്ങൾ കപ്പ് വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള സ്റ്റെമ്മുള്ള കപ്പ് എനിക്കറിയത്തില്ല ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രം കുഴപ്പമാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിത് യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു ടൈപ്പ് സ്റ്റെമ്മുള്ള കപ്പിനെ വെറുത്തുപോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള സ്റ്റെമ്മുള്ള കപ്പ് നിങ്ങൾ മാക്സിമം വാങ്ങിക്കാതിരിക്കുക. പിന്നെ നല്ല കൂടിയ ബ്രാൻഡ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ ഈ സാധാ ബ്രാൻഡ് പെട്ടെന്ന് നോക്കി വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു രീതിയിലുള്ള സ്റ്റെം ഉള്ളത് വാങ്ങിക്കാതിരിക്കുക. ഇവിടുത്തെ മെറ്റീരിയൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല, അത്ര രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും ഈ ഒരു സ്റ്റെം. അപ്പോൾ മാക്സിമം ഈ ഒരു രീതിയിലുള്ള സ്റ്റെമ്മുള്ള കപ്പ് തന്നെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ നോക്കണം. ആൻഡ് നിങ്ങൾ എപ്പോഴും പാഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കപ്പിലോട്ട് മാറാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ഒരു പേടി ഉണ്ടാകും, പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും തിരിച്ച് പാഡിലോട്ട് പോവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
കപ്പ് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഫുള്ള് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ഉണ്ടാവണം. ബൈ.